ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, പ്രതിപക്ഷം നിര ഇപ്പോൾ തന്നെ ദുർബലമാണ്. 36 അംഗങ്ങളാണ്. അതിൽ 26 CPIM-ഉം 8 CPI-യും ഒരു RJD-യും എന്ന നിലയ്ക്കാണ്. അപ്പോൾ ഈ ഒരു ദുർബലമായ അവസ്ഥയിൽ CPI ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് എങ്ങനെയാണ് ഈ LDF മുന്നണിയെ ബാധിക്കുക? ഇപ്പോൾ ഇത് പറയേണ്ട സമയമല്ല എന്ന് RJD പരസ്യമായി പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോഴാണ് ഇത് പറയുക, അല്ലെങ്കിൽ പറയാനൊരു അവസരം കിട്ടുക? RJD-യുടെ ആ ചോദ്യത്തിനൊരു അർത്ഥമില്ല, അതിന് ഉത്തരം നൽകേണ്ട കാര്യവുമില്ല. ഇവിടെ ഇപ്പോഴത്തെ ഒരു ദുർബലമായൊരവസ്ഥയിലാണ് LDF നിൽക്കുന്നത്. സീറ്റുകളുടെ എണ്ണം ഒക്കെ പറഞ്ഞാൽ അത് വളരെ പരിതാപകരമാണ്. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്? CPM എന്ന പാർട്ടിക്ക്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് തനിച്ച് UDF സർക്കാരിനെ നേരിടുന്നതിന് ഒരു പ്രതിപക്ഷ നിരയെ വിശ്വാസയോഗ്യമായ രീതിയിൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കഴിയും എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇവിടെ ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യക്ഷമമായ ഫലപ്രദമായ ഒരു റോൾ തങ്ങൾക്ക് കൂടി വഹിക്കാനുണ്ട് എന്ന് CPI കരുതുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം അവർ ഇപ്പോൾ ഈ പദവി ചോദിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്നത് വളരെ പ്രധാനപ്പെട്ട പദവിയാണ്. പക്ഷേ ഈ പ്രതിപക്ഷ ഉപനേതാവ് എന്നത് അത്ര പ്രധാനപ്പെട്ട ഒരു പദവിയോ ആരെങ്കിലും ഇതിനു മുൻപ് കാര്യമായി ചർച്ച നടത്തിയിട്ടുള്ള ഒരു പദവിയോ അല്ല. അതാണിപ്പോൾ CPI ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ അസാന്നിധ്യത്തിലും അഭാവത്തിലും അവർക്ക് കുറേ കൂടി ഫലപ്രദമായി സഭാ നടപടികളിൽ ഇടപെടുന്നതിനുള്ള അവസരം കിട്ടും. അത് ഇത്ര ഒരു കടുംപിടുത്തത്തിലൂടെ കഠിനമായ രീതിയിൽ അതിനെ പ്രതിരോധിക്കുക, നിഷേധിക്കുക, തരില്ല എന്ന് പറയുക, എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാകുന്നില്ല. എന്തോ ഒരു ദുരുദ്ദേശം എവിടെയോ ഉണ്ട് എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് CPM ഈ വിഷയത്തിൽ കാണിക്കുന്ന കടുംപിടുത്തം. ഇതുവരെ അങ്ങനെ ഒരു പദവി വന്ന ശേഷം CPM മാത്രമാണ് ആ പദവിയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നത്. VS-ന്റെ കാലത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അന്ന് കോടിയേരിയായിരുന്നു. പിന്നീട് UDF സർക്കാർ വരുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൽ ഉപനേതൃ പദവി വഹിച്ചത്. അപ്പോൾ ഇത് CPM-നുള്ളതാണ് ആ പോസ്റ്റ് എന്ന് CPM പറയുന്നുണ്ട്. അതിലപ്പുറം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ പറഞ്ഞ ഒരു ദുർബലാവസ്ഥയിൽ പ്രതിപക്ഷ നേതാവിന് കഴിയാത്ത കാര്യങ്ങൾ കുറച്ചുകൂടി ശക്തമായി ചെയ്യാൻ CPI-യുടെ ഒരു പ്രതിനിധി വേണമെന്ന് പറയുമ്പോൾ നിലവിലെ പ്രതിപക്ഷ നേതാവിന് അത്ര ശക്തി പോരാ എന്നൊരു വിലയിരുത്തൽ CPI നടത്തി എന്നുകൂടെ മനസ്സിലാക്കേണ്ടി വരില്ലേ? അല്ല, അത് പൊതുവേ ഉള്ളൊരു വിലയിരുത്തലാണല്ലോ. CPI പരസ്യമായി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം നിയമസഭ സമ്മേളിക്കുമ്പോൾ അവർ ചില ബലഹീനതകൾ, ദൗർബല്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അവിടെ ശക്തമായ രീതിയിൽ ഈ സർക്കാരിനെ നേരിടുന്നതിന് ഒരു ശക്തമായ പ്രതിപക്ഷ നേതൃനിര ആവശ്യമുണ്ട്. അതേതായാലും പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് തനിച്ച് കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയം അല്ല ഇത്. അതുകൊണ്ട് അവിടെ തങ്ങൾ ഒരു പ്രധാനപ്പെട്ട റോൾ വഹിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. അതിനുള്ള അവസരം നൽകണം എന്ന CPI-യുടെ ആവശ്യം അത് അത്ര ഒരു വലിയ തെറ്റായി ഞാൻ കാണുന്നില്ല, അപാകതയായി ഞാൻ കാണുന്നില്ല. കീഴ്വഴക്കം എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. ഈ ഒരു ലംഘിക്കാൻ പാടില്ലാത്ത കീഴ്വഴക്കം, അത് നമുക്ക് ഫോളോ ചെയ്യേണ്ടതായ കീഴ്വഴക്കം, അങ്ങനെയുള്ള കീഴ്വഴക്കമൊന്നും അല്ലല്ലോ ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് കീഴ്വഴക്കം എന്ന് പറയുന്നതൊക്കെ ഒരു കാര്യം നിഷേധിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു സംഗതിയാണ്. അത് ലംഘിക്കാൻ പാടില്ലാത്ത കീഴ്വഴക്കമോ ഒന്നും ഇക്കാര്യത്തിലില്ല. അതുകൊണ്ട് ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ LDF-ലെ രണ്ടാമത്തെ കക്ഷിയാണല്ലോ ഏതായാലും CPI എന്ന് പറയുന്നത്. CPI-യുടെ ഈ ആവശ്യം അതിനോട് വളരെ നിഷേധാത്മകമായ പരിഹാസദ്യോതകമായ പ്രതികരണം നടത്തുന്നതിന് പകരം അത് അവരുമായി സംസാരിച്ച് പരിഹരിക്കുകയോ അല്ലെങ്കിൽ ആ പദവി അവർക്ക് കൊടുക്കുകയോ ചെയ്യണം. അതാണ് LDF എന്ന മുന്നണിയുടെ ആരോഗ്യകരമായ മുന്നോട്ട് പോക്കിന് നല്ലത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.